നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കായൽ സമ്മേളനം. എന്താണ് കായൽ സമ്മേളനം? പുലയർ അടക്കമുള്ള കീഴ്ജാതിക്കാർക്ക് പൊതുവഴിയെ നടക്കാനോ ഒരു യോഗം ചേരാനോ അനുവാദമില്ലാത്ത കാലത്ത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒരു സംഘടന രൂപീകരിക്കാനുമായി 1913 കൊച്ചി പുലയ മഹാസഭ കൊച്ചിയിലെ ബോൾഗാട്ടി കടലിൽ നടത്തിയ സമ്മേളനമാണ് കായൽ സമ്മേളനം എന്നറിയപ്പെടുന്നത്. കായൽ സമ്മേളനം എന്ന് പറഞ്ഞാൽ കീഴ്ജാതിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒരു സംഘടന രൂപീകരിക്കാനുമായി കൊച്ചി ബോൾഗാട്ടി കായലിൽ നടത്തിയ സമ്മേളനമാണ് കായൽ സമ്മേളനം എന്ന് പറയുന്നത്. കായൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യം, അവർണ വിഭാഗക്കാർക്ക് കരയിൽ വെച്ച് യോഗം കൂടാൻ അനുവാദമില്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ വള്ളങ്ങ ചേർത്തുകെട്ടി നടത്തിയ സമ്മേളനം അറിയപ്പെടുന്നത് കായൽ സമ്മേളനം. അവർണ വിഭാഗക്കാർക്ക് കരയിൽ വെച്ച് യോഗം കൂടാൻ അനുവാദമില്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായലിൽ വള്ളങ്ങ ചേർത്തുകെട്ടി നടത്തിയ സമ്മേളനം അറിയപ്പെടുന്നത് കായൽ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതാരെ? പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദിയാശാനും. പണ്ഡിറ്റ് കറുപ്പൻ ആൻഡ് കൃഷ്ണാദിയാശാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കായൽ സമ്മേളനം നടന്ന വർഷം 1913. കായൽ സമ്മേളനം നടന്ന വർഷം 1913. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തി TK കൃഷ്ണമേനോൻ. കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തി TK കൃഷ്ണമേനോൻ. കായൽ സമ്മേളനം എന്ന് പറഞ്ഞാൽ പുലയർ അടക്കമുള്ള കീഴ്ജാതിക്കാർക്ക് പൊതുവഴിയെ നടക്കാനോ ഒരു യോഗം ചേരാനോ അനുവാദമില്ലാത്ത കാലത്ത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒരു സംഘടന രൂപീകരിക്കാനുമായി 1913 കൊച്ചി പുലയ മഹാസഭ കൊച്ചിയിലെ ബോൾഗാട്ടി കടലിൽ നടത്തിയ സമ്മേളനമാണ് കായൽ സമ്മേളനം. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്